ചത്തു കിടക്കുവാണോ? നീ 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 എന്തൊരു കണ്ണ് തുറന്ന് ഉറങ്ങുന്നു? നീനാണോ നീ? ഇത്ര നേരം ഈ ഫോൺ തുറന്നെടുത്തിട്ട് നീ എടുക്കാൻ എന്താ? വയ്യെന്നോ? നിനക്ക് അതിന് എന്നാ ആവുന്നേ? കുറന്ന് പെനട്ടുന്നുണ്ടോ? അതെന്റെ കുഴപ്പമല്ല ഏട്ടാ. ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടല്ലയോ കിടന്നേ, അതിന്റെ ക്ഷീണമാ. താമസിച്ചോ? എടി ഇന്നലെ 6:30 ഞാൻ വിളക്ക് കത്തിക്കാൻ കയറിയപ്പോ കിടന്ന് ഉറങ്ങിയതാ നീ. എന്നിട്ട് അത് താമസിച്ചല്ലേ? ആ, എന്നും 4:30 കിടക്കുന്നേ. ഇന്നലെ 2 മണിക്കൂർ താമസിച്ചല്ലേ കിടന്നേ, അതിന്റെ ക്ഷീണമാ. വയ്യ. എടി ഇന്നലെ ഇവിടെ വന്ന് തൂത്ത് തുടച്ച് നിന്റെ തുണിയും കഴുകിയിട്ട് രാത്രിയിലത്തേക്കുള്ള ഉണ്ടാക്കിയും വെച്ച് രാവിലെ എണീറ്റ് രാവിലത്തെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഓഫീസിൽ പോയത്, അറിയാമോ? ചേട്ടന് പവർ ഉണ്ട്, എനിക്ക് പവർ ഇല്ല. കല്യാണത്തിന് മുന്നേ ആരും ഉണ്ടായിരുന്നില്ല, കല്യാണം കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി. വയ്യ. ചേട്ടൻ എന്തിനാ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നേ? എടി ഇന്നലെ രാത്രി കുത്തിയിട്ട് ലാപ്പാ അത്. ഇടിയും മഴയും വെട്ടുന്നുണ്ട് അവിടെ. ഇതങ്ങനെ അടിച്ചു പോയി കഴിഞ്ഞാലേ എന്റെ പണി പോവും. ഓഫീസിലെ സകല ഡേറ്റ് അതിനകത്തുണ്ട്. എന്തായാലും വന്നതല്ലേ, ഓഫ് ചെയ്തിട്ട് പൊക്കോ. 30 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരുവാ ഞാൻ. ഇനിയിപ്പോ ഞാൻ പോകുന്നത്. ഇനിയിപ്പോ വയ്യ. എനിക്കും വയ്യ ചേട്ടാ, നമുക്ക് 2 പേർക്കും വയ്യ. വയ്യാന്ന് കുറിയും തൊട്ടൊന്നും ഉറപ്പുണ്ടല്ലോ. കുളിച്ചപ്പോ കുളിക്കാൻ എണീറ്റല്ലേ ഏട്ടാ, പല്ല് തേക്കണമല്ലോന്ന് വെച്ച് ഞാൻ എണീറ്റ് ടാപ്പ് കയറുന്നതാ. അപ്പൊ ഷവറായിപ്പോയി. അയ്യോ, പിന്നെ അതും കുളിച്ച് എനിക്ക് അതിന്റെ ക്ഷീണം. എനിക്ക് അനങ്ങാൻ വയ്യ. കുളിച്ചതിന്റെ തലയ്ക്കകത്തെല്ലാം ഒരു പെരുപ്പ്, ഒരു മന്ദത. എനിക്ക് വയ്യ ചേട്ടാ. മര്യാദ തമ്മ ഞാനിപ്പോ വിളിച്ചെടുത്തോളെ. എനിക്കൊന്നും പറഞ്ഞു എവിടെ വെച്ചിരുന്നു ഇതിനൊക്കെ? എടി നീ എനിക്കെന്ന് കാണുമ്പോ എനിക്ക് തന്നെ വയ്യാതെ വരുവാന്നല്ലോ. ഇവിടെ ഇരുന്നോ, ഞാൻ പോയി ഉണ്ടായിക്കൊണ്ട് വന്നോ. നീ ഇപ്പൊ ചായടം കയറി കഴിഞ്ഞാൽ വൈകുന്നേരം എനിക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. വീണിടം വിഷ്ണുലാവും. ആനായിട്ട് ഞാൻ വന്നത്. എണീറ്റ് ഇവിടെ വന്നിരിക്കാൻ നോക്ക്. നീ പൊക്ക റിക്കവറി ചെയ്യാൻ വിളിക്കേണ്ടി വരുമോ? അതേ പോയി. എല്ലാ ദിവസവും ഓരോ ഏനക്കേടാ. ഒരു ദിവസം പോലും ഇല്ല നോക്കും നേരെ പോയുള്ളൂ. എൻ്റെ ദൈവം തമ്പുരാനെ, ഇതെന്തൊരു കഷ്ടകാലം എന്ന് പറയാം. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് എനിക്കിട്ട് പണി തരാനാണത്. ഇങ്ങനെ പോയി അടുക്കള തീർത്തേ ഉള്ളൂ എൻ്റെ ജീവിതം. നല്ല ചായ. ചേട്ടൻ എന്തൊരു റൊമാൻറ്റിക്കാ. എന്നെ ഇത്ര ഇഷ്ടമാണോ? മതി, ഇതെല്ലാം കൂടെ എൻ്റെ അണ്ണാക്കിനകത്തോട്ട് കുത്തിക്കയറ്റി. മതി ചേട്ടാ, എനിക്ക് ഇറക്കുമ്പോൾ തൊണ്ടയ്ക്കൊരു അസഹിഷ്ണുത പോലെ. ഞാൻ ഒന്ന് കിടക്കട്ടെ. അതെ, ഈ ഗ്ലാസ് ഒന്ന് കഴുകി വെക്കാവോ? ചേച്ചി ചേച്ചി ചേച്ചി, ഞാനേ ആ വീട്ടിൽ പണിക്ക് വന്നായിരുന്നേ. അപ്പം അവര് വീടൊക്കെ പൂട്ടിച്ച് പോയി. എന്തുവാ? അല്ല, എനിക്ക് ഊട് കഴിക്കാനായിരുന്നു. ഇവിടെ ഒന്നും ചോറൊന്നും ഇല്ല, ഞാൻ അങ്ങനെ അരിയൊന്നും വെക്കാറില്ല. അല്ലല്ല, ചോറ് എന്റെ കയ്യിലുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ വെള്ളം കുടിക്കാനില്ല, അവരെല്ലാം അടച്ചിട്ട് പോയോണ്ടേ. വെള്ളമോ? വെള്ളം എന്തോ കിണറുണ്ടല്ലോ, കിണറ്റിൽ നിന്ന് കോരി കൂടി. അല്ല, തൊട്ടിയും കയറും ഇല്ലയോ? തൊട്ടിയും കയറും ഇവിടെ എന്റെ മേളിലിരിക്കും, എനിക്ക് കൈ എത്തത്തില്ല. എങ്ങോട്ട് വരുവാ? അല്ല, തൊട്ടിയും കയറും എടുക്കും. എന്റെ സുഹൃത്തെ, എനിക്ക് വയ്യ, എനിക്ക് തലവേദന എടുക്കുന്നു. എനിക്ക് തൊട്ടിയും കയറും ഒന്നും എടുക്കാൻ വയ്യ എനിക്ക്. താങ്കൾ എവിടുന്ന് ഇറങ്ങി കുടിക്കുവോ, ചാടി കുടിക്കുവോ, എന്തോന്ന് വെച്ചാ ചെയ്. നല്ല ആഴമുണ്ടല്ലോ. കിണറാവുമ്പോ ആഴം കാണും. ഒരു വീട്ടമ്മയാ ഞാൻ, എന്നിങ്ങനെ ശല്യം ചെയ്യില്ലേ. രാവിലെ തൊട്ടേ ജോലി എടുത്ത് തളർന്നിരിക്കുവോ ഞാൻ. ചേച്ചി, ഒരു കുപ്പി വെള്ളം മതി ചോറ് കഴിക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഇന്ന് മഴ പെയ്യും. അപ്പം മഴയത്ത് നോക്കിയിരുന്ന ഒരു ഗ്ലാസ്സോ ഒരു കുപ്പിയോ കന്നാസോ എത്ര വേണമെങ്കിലും കുടിച്ചോ, എനിക്ക് വയ്യ. ചേച്ചി, ഞാൻ വേഴാമ്പലല്ല മഴ ചെയ്യുമ്പോ വായം പൊളിച്ച് നിൽക്കാൻ. ചേടാ,
ഗ്ലാസ് എടുത്ത് എനിക്ക് കൈ വിറയ്ക്കുന്നു. ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് മാറിയിട്ട് ഒരു ആറുണ്ട്, ആ ആറിൻ്റെ അവിടെ പോയി ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഇയാൾക്ക് കഴിക്കുകയും ചെയ്യാം, കാറ്റ് കൊള്ളുകയും ചെയ്യാം, കഴുകുകയും ചെയ്യാം. കഴുകാനോ? ആ, കൈ കഴുകാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, 2 കിലോമീറ്റർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കടയുണ്ട്, ആ കടയിൽ നിന്ന് നല്ല കുപ്പിയിൽ തണുത്ത വെള്ളം കിട്ടും. 2 കിലോമീറ്റർ? ആ വേണ്ട, ഞാൻ കിണർ കുഴിച്ച് കുടിച്ചോളാം, അതാ സൗകര്യം. എന്നാ പിന്നെ ആദ്യം അത് ചെയ്താൽ പോരായിരുന്നു. എനിക്ക് വയ്യോ, അയ്യോ എൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നു. ചേട്ടാ, ഈ കഥ വന്ന് അടച്ചേക്കണേ, എനിക്ക് വയ്യ. ഓ ഓ ആ കണ്ണൊന്ന് തുറക്കാവോ? അതങ്ങനെങ്കിലും ഒന്ന് പൊളിക്കാവുന്നു, അനങ്ങട്ടത്. എന്തോ നിന്റെ പ്രശ്നം, തുറന്നു പറയാവോ? എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങ് അസഹിഷ്ണുതയാണ്. അസഹിഷ്ണുത അതിനർത്ഥം എന്താണെന്ന് അറിയാവോ? ഒരു വയ്യാഴിക, ഒരു മന്ദത. ഈ എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? ഇനി എന്തെങ്കിലും ഒന്ന് പറയടി. എൻ്റെ കൂട്ടുകാരുടെയോ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരുടെ വീട്ടുകാരുടെ ആരെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? എന്ത് ചോദിച്ചാലും ഇതല്ലാതെ വേറൊന്നും നിനക്ക് പറയാനില്ല. എനിക്ക് അറിയാൻ ചോദിക്കുക, നിനക്ക് ഇങ്ങനെ വിഷയം ഉണ്ടായിരുന്നു നേരത്തെ എന്താ പറയുന്നേ? എന്തുവാ ചേട്ടാ, ചേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നേ ചോദിച്ചിട്ട് കെട്ടിക്കൂടായിരുന്നോ? കല്യാണത്തിന് മുന്നേ നിന്റെ അച്ഛൻ്റെ മോനെ അച്ഛൻ ആ രണ്ടുപേരോട് അവിടെ ഇരിക്കുവാന്നോ? അയ്യോ അച്ഛാ, ആ മോളെ. അച്ഛാ, എന്തുവാ മോളെ, എന്തുവാടാ? അവിടെ കയ്യിലോട്ട് നോക്ക്. ഇതെന്തുവാ? ഹായ്. ഓ, ഇപ്പൊ ഇങ്ങനെയൊക്കെയാണോ ഹായ് പറയുന്നത്? ഉള്ളത് പറയാലോടാ മോനെ ഹനുമാനെ. എന്തോ ഒരു ചൂടാ വെളിയില്. കിലോമീറ്ററുകൾ ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വരത്തില്ല. അവിടെ കൊണ്ട് നടത്തിട്ട് അവന്മാർ പറയാൻ നടന്നു പോകാൻ. തൊലി പൊളിയുവാ ചൂട് കാരണം. ആ, ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ. ആ മോളെ, ചൂടത്ത് ചൂടുവെള്ളം വേണ്ട, തണുത്ത എന്തേലും നാരങ്ങ വെള്ളം ഒരെണ്ണം എടുക്കച്ചന്. അയ്യോ അതല്ല അച്ഛാ, AC ഇട്ട് നല്ലോണമൊക്കെ റൂം തണുപ്പിച്ചിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. എനിക്ക് വയ്യ. അച്ഛൻ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. കഴിക്കാനുണ്ടോ? ഉണ്ടോ ചേട്ടാ? ഇല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാൻ. ഞാൻ അടുക്കള കിടത്തിരി നട്ടലിനൊരു അസഹിഷ്ണുത, അതുകൊണ്ടേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യ. ഒരു മന്ദത, കിടന്നുറങ്ങട്ടെ. എന്തുവാടാ നട്ടലിന് അസഹിഷ്ണുത? എന്തോ സാധനം അത്? എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ അന്ന് രാത്രി മുതൽ ഞാനത് കേൾക്കുമോ? എനിക്ക് എൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം. അസഹിഷ്ണുത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവ് വെച്ച് ശാരീരിക അസ്വസ്ഥത, മാങ്ങാത്തൊലി. എനിക്കറിയത്തില്ല അത് എന്തുവാന്ന്. എൻ്റെ പൊന്നെ, അവൾക്ക് 24 മണിക്കൂറും വയ്യ. അവൾക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, നടക്കാൻ വയ്യ. നിന്ന് അവിടെ ഇരുന്ന് ഉറങ്ങും, ഇരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങും. എനിക്ക് വയ്യ. ഞാനിത് ഇത്ര നാളുകൊണ്ട് ഞാൻ സഹിച്ചോണ്ടിരുന്നു. എനിക്ക് വയ്യ. ഇപ്പം ചെന്ന് നോക്കാവോ? ഊർക്കം വലിച്ചാൽ ഉറങ്ങുമായിരിക്കും. 5 മിനിറ്റ് മതി, അപ്പോഴേ ഉറങ്ങും. മനസ്സിലായ മോനെ? വീട്ടിലൊന്നും വെച്ചില്ലെന്നല്ലേ അവള് പറഞ്ഞത്? വെക്കാൻ ഇല്ല. ഒരു കാര്യം ചെയ്, നമുക്ക് വെളിയിൽ പോയി മന്തി വല്ലതും കഴിക്കാം. അച്ഛാ, പോയാലോ? ഞാൻ റെഡി. പോവാം. എപ്പോഴാ വന്നേ? എപ്പോഴല്ലയോ? പോവാ. എടാ കള്ള, ഒരു പെൺകുച്ചിനെ കുറിച്ച് ആവശ്യമില്ലാത്ത അവവാദം മേലെ പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ. എന്ത് സ്മാർട്ടായിട്ടാടാ കൊച്ചവിടെ വന്നിരിക്കുന്നത്. പോകുന്നില്ല എന്നൊന്ന് പറഞ്ഞു നോക്കി പറ. മോളെ, അച്ഛൻ്റെ വയറിന് തീരെ സുഖമില്ല. നമുക്ക് നാളെ പോയാലോ? അയ്യോ, കൈയെല്ലാം വിറയ്ക്കുന്ന മൊത്തത്തിൽ അടി തൊട്ട് മൂടി വരാൻ അസഹിഷ്ണുത. ഈ വയ്യ, കിടക്കട്ടെ. ചേട്ടാ, ബാഗ് ഒന്ന് എടുത്തേക്കണേ. അയ്യോ നമ്മേ. അപ്പൊ അവക്ക് അങ്ങ് ക്ഷീണവാ. ഇതാ ഇവിടുത്തെ അവസ്ഥ. എവിടെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ചാടിത്തുള്ളി ഒരിയും കെട്ടി ഇതുപോലെ വന്നിരിക്കും. എന്നാൽ പോകുന്നില്ലെന്ന് പറഞ്ഞു നോക്കി, അന്നേരം തുറന്ന് പറയും. പിന്നെ വെട്ടിയിട്ട വാഴ പോലെ അവിടെ കിടക്കും. അപ്പം ഒരച്ഛൻ മോനോട് ചോദിക്കാൻ കൊള്ളാത്തൊരു ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ ദാമ്പത്തിക ജീവിതമൊക്കെ എങ്ങനെയുണ്ട് മോനെ? ദാമ്പത്തികം ഇല്ല, പിന്നെ എന്തോന്ന് ജീവിതം വെച്ചാൽ 6:30 വിളക്ക് എത്തിച്ച് കഴിഞ്ഞാൽ അവളെ റൂമിൽ കയറി കഥ അടച്ച് കിടന്ന് ഉറങ്ങും.
പിന്നെ എങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും മോനെ. കൂത്താട്ടുകുളത്ത് അച്ഛൻ്റെ കൂട്ടുകാരൻ കൊണശേഖര പിള്ളയ്ക്ക് ഒരു ഹോസ്പിറ്റലുണ്ട്, കൊണ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. കൊണയല്ല, കൊന, CONA. ഓ, കൊന മെമ്മോറിയൽ ഹോസ്പിറ്റൽ. നീ ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അച്ഛൻ്റെ ഒരു പഴയ കൂട്ടുകാരനുണ്ട്, CK സോമൻ. അവൻ ആ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അപ്പം അവനോട് ചെന്ന് കാര്യം പറഞ്ഞാൽ മതി. അല്ല, ഞാൻ അവിടെ ചെന്നിട്ട് എന്തോ പറയാന്? എടാ, നിന്റെ അച്ഛൻ ചിരഞ്ജീവി പറഞ്ഞിട്ട് വരുവാന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ എങ്ങനെ പോയാ? കിണ്ടിക്കകത്ത് പോവും. സാധാരണ കൂത്താട്ടുകുളത്ത് ഇവിടെ ഉള്ളവർ എങ്ങനെയാ പോകുന്നത്? എന്റെ പൊന്നെ ചാതല്ലേ, ഇവിടെ വിളിച്ചാൽ വരത്തില്ലെന്ന്. എടാ, മന്തി എന്ന് പറഞ്ഞപ്പോ അവള് ചാടി ഇടിച്ച് ഇവിടെ വന്നു കണ്ടോ? അതുപോലെ നാളെ ചെന്ന് എന്തേലും പറ. ചന്തി എന്ന് പറയട്ടെ. കഴിവറാ മോനെ. മോനെ കിട്ടുവേ നിനക്ക്? പോവാ. നാളെ രാവിലെ പോണം. നിന്റെ സാമ്പത്തിക അച്ഛന് വലുതാ. ഒരു കൊഞ്ചു കാലം എനിക്ക് കണ്ടുകൊണ്ട് അതുകൊണ്ട് പറയുക. ഒന്ന് റെഡി ആക്കി, നമുക്ക് ഓരോരുത്തരെ പോണം. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോവും. എനിക്ക് വയ്യ, എനിക്ക് കൈയും കാലും മുട്ടും എല്ലാം വേദന എടുക്കുക. അയ്യ വരുന്നില്ല. നമ്മളെ ഞാനും ഒന്നും കൂടെ പോക്കോളാം, ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട്. ആടിസയിൽ നടക്കും. അപ്പൊ എന്നെ കൊണ്ടുപോകുന്നില്ല? എവിടെ? തുണി എടുക്കാൻ പോകുന്ന ഇപ്പഴല്ലേ പറഞ്ഞ എന്റെ അടുത്ത്? ഓഫർ ഉണ്ടല്ലോ, പിന്നെന്താ? തുണി എടുക്കാൻ പോവാ. എനിക്കാണെങ്കിൽ ഒരുപാട് സ്റ്റൈലും ഫാഷനും ഒക്കെ ഉണ്ട്. എനിക്ക് അതൊക്കെ ഇഷ്ടം. എനിക്ക് തുണി എല്ലാം എടുക്കണം, വലിച്ചു വാരി എടുക്കണം എനിക്ക്. അല്ല, ഞാൻ ഡ്രസ്സ് എന്തുവാ ചേട്ടാ, നിങ്ങൾക്ക് ഇത്ര ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങൾ ഇത്ര മടിയനാണോ? ഒരു സ്ഥലത്ത് പോകുമ്പോ കൃത്യനിഷ്ഠത വേണ്ടേ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മടി എന്ന് പറയുന്നത് മനുഷ്യന് വളരെ പോകാം. ഇതാണോ നിങ്ങളുടെ ഓഫർ? അത് പറഞ്ഞാലല്ലേ ഇങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ. MRI കുഴപ്പമില്ല, CT സ്കാനും കുഴപ്പമൊന്നും കാണുന്നില്ല, ബ്ലഡ് ടെസ്റ്റും ഓക്കെയാണ്. പിന്നെ എന്താ മോടെ പ്രശ്നം? ഡോക്ടറെ, എനിക്ക് നട്ടലിന്റെ അവിടെ ഉണ്ടല്ലോ ഒരു അസഹിഷ്ണുത. ഇതാണ് അവളുടെ പ്രശ്നം. എന്റെ പൊന്നു ഡോക്ടറെ, ഇവിടെ രാവിലെ എണീറ്റ് നടന്നു കഴിഞ്ഞാൽ ഉറക്കം, ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം, കിടന്നാൽ ഉറക്കം, അടുക്കളയിലാണെങ്കിൽ അവിടെ നിന്നുറങ്ങും. എവിടെ ചാരി വെക്കാവോ അവിടെ ചാരി നിന്ന് പോകുന്നു. ഇവക്ക് മടി. ഇതാണ് ഇവളുടെ അസുഖം. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ സഹിക്കാൻ തുടങ്ങിയത് അറിയാമോ? വീട്ടിലോട്ട് ആരെങ്കിലും വന്ന ഒരു വെള്ളം എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ എണീക്കത്തില്ല. അവള് എണീക്കത്തില്ല. പല്ലേക്കാൻ പോലും എണീക്കത്തില്ല. ഒന്ന് ആലോചിച്ചേക്കും, ഒരു മനുഷ്യജീവൻ എങ്ങനെ സഹിക്കൂ? ഡോക്ടറെ പറ. അപ്പം മടിയാണ് പ്രശ്നം. ഒരു കാര്യം ചെയ്യും, മോളൊന്ന് പുറത്തോട്ട് നിൽക്കുക. ഞാനെന്തിനാ പുറത്തോട്ടിരിക്കുന്നത്? ചിലപ്പോഴേ ഇവനാണ് പ്രശ്നമെങ്കിലോ? അയ്യോ, ചിലപ്പോഴേ എനിക്കായിരിക്കും പ്രശ്നം. ഞാനൊന്ന് വെളിയിലോട്ടിരിക്കട്ടെ കേട്ടോ. ചേട്ടൻ ഇവിടെ തന്നെ ഇരുന്നോണേ. ഡോക്ടറെ, ഇനി പറ, എന്തോ പ്രശ്നം? അത് നിന്റെ കഴിവുകൾ. എടോ, ഞാൻ പഠിച്ചതേ MBBS ആ. ഞാൻ പഠിച്ചതിനകത്ത് ഈ മടിക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എടാ, ഒരു പെണ്ണിന്റെ ശത്രു മറ്റൊരു പെണ്ണാണ്. അത് നിന്റെ വീട്ടിലില്ലാത്തതാണ് നിന്റെ പ്രശ്നം, അവളുടെ പ്രശ്നം. മനസ്സിലായില്ല? നീ ഒരു പുല്ലും ചെയ്യണ്ട. ഫീസ് വന്നിട്ട് നീ പടാ. നിന്റെ അച്ഛനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചോളാം. ഓക്കോ? ഒരു പെണ്ണില്ലാത്ത ഏത് പെണ്ണോ? ഓക്കോ? ജീവിതങ്ങൾ. അയ്യോ, എന്തുവാ? ആരാ ഇവിടെ? ചേച്ചി, ഒരു 10 രൂപ ചായ കുടിക്കാൻ തരാം. അല്ല, ഇവിടെ കിടന്ന് ബഹളം വെച്ചാള് പോയോ? അറിയാം, ഞാൻ തന്നെ. ഒരു 10 രൂപ തരാം ചായ കുടിക്കാൻ. ശല്യം ഞാൻ വിളിച്ചതാ. കൊള്ളാം. ഈ ശരീരത്തിൽ നിന്ന് ഇത്രയും വലിയ ശബ്ദമൊക്കെ ഉണ്ടാവോ? ഇയാൾക്ക് എന്തോ അസുഖം? എന്തുവാ? എനിക്ക് കാലിന് ഭയങ്കര വേദന. കാലിന് എന്തോ പറ്റി? കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. കുഴപ്പമുണ്ട്, കാണിച്ചത്.
വെരിക്കോസ് വെയിൻ പൊട്ടി കളഞ്ഞ് ചുറ്റി കെട്ടി വെച്ചേക്കോ. കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും, സഹിക്കത്തില്ല. ഇതെന്തോ ഇത്തിക്കര പാക്കയുടെ പോസ്റ്ററോ? ആ എടോ, ഇയാൾക്ക് വെരിക്കോസ് വെയിൻ അല്ലോ. എനിക്ക് അതിലും വലിയ വയ്യാഴിക. എനിക്ക് കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, കുഴയ്ക്ക് വേദന, തലവേദന, ദേഹം മൊത്തവും വേദന, ഞരമ്പിന് വേദന, സ്പൈനൽ കോഡിനൊരു അസഹിഷ്ണുത, മൊത്തത്തിൽ അടുതൊട്ട് മുടി വരെ അസഹിഷ്ണുത, മൊത്തത്തിൽ വയ്യടോ, ഒരു മന്ദതയാ. എനിക്ക് ഇന്നോ നാളെയോ ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. വീട്ടുകാർക്ക് നാട്ടുകാർക്ക് മൊത്തം അറിയാം, ഇനി ഇയാൾക്കേ ഉള്ളു അറിയാൻ. എനിക്ക് വയ്യടോ. ഭയങ്കര പരിതാപകരമാണല്ലേ മോളുടെ ജീവിതം. കേട്ട് സഹിക്കുന്നില്ല. ഇതേ പ്രായത്തിലൊരു മോൾ എനിക്കുണ്ട്. അവളിപ്പോ UK ല. മോളിങ്ങി വാ. എന്താണോ? അതല്ല, ഒരു കാര്യം പിടിക്കാൻ തരാം. പിടിച്ചേ. എന്നിട്ട് ആ മരുന്നിങ്ങോ പോയി വല്ല മരുന്നെല്ലാം മേടിച്ചോ കേട്ടോ. സുഖമായിട്ട് ജീവിക്കും. പക്ഷക്കാരനോ? ആരടാ? സാധാരാ നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോടാ? ആ നീ എടാ കഴിഞ്ഞ ദിവസം എന്നെ ബൈപ്പാസ് വെച്ച് കണ്ടത്. അന്ന് നിന്റെ ഇപ്പുറത്തെ കാലായിരുന്നല്ലോ മന്ത്. വളവട്ടി കള്ളം പറയാതെ. ഈ കാലിൽ തന്നെ എന്റെ മന്താണ്. നോക്കാം പൊന്നുമാനെ ഓരോ ഉടായ്പോട്ട് ഇറങ്ങി വരുവാ. വളവട്ടി കള്ളം പറയാതെ. ചുമ്മാ കള്ളത്തിലും പറഞ്ഞുണ്ടാകും. എവിടെ പൈസ? അങ്ങനെയില്ല, അവൻ അവൾക്ക് കൊടുത്ത് അവളെ എനിക്ക് 30 രൂപ. അവനോട് നോട്ടം കണ്ട. അവിടെ വയ്യാഴി കണ്ടിട്ട് ചിലപ്പോ പിച്ചക്കാരൻ ഇങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പോയതായിരിക്കും. അപ്പുറത്തെ വീട്ടിലെ അയലോക്കത്തൊരു പെങ്കൊച്ചു വന്നിട്ടുണ്ട്. നീ അതിനോട് കാര്യമൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക. ഞാൻ എൻ്റെ മരുമോളെ പോയത് കണ്ടിട്ട് വരട്ടെ. നീ അത് തന്നെ ചേരണം. മോളെ നിത്യരാഗി. അച്ഛനോ? അച്ഛാ, എനിക്ക് 1 മണിക്കൂർ കൊണ്ട് ഭയങ്കരമായിട്ട് ദാഹിക്കുമോ? അച്ഛൻ ഒരിച്ചിരി വെള്ളം എടുത്തു തരുമോ? എനിക്ക് വയ്യ, അനങ്ങാൻ വയ്യ അച്ഛൻ. കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു അച്ഛാ. നീ വെള്ളം കുടിക്കാതെ നോക്കിക്കൂ. എന്താ അച്ഛാ? അപ്പുറത്തെ വീട്ടിലേ ഒരു സുന്ദരി കൊച്ചു വന്നിട്ടുണ്ട്. നല്ലതല്ലേ അച്ഛാ അയൽക്കാരുള്ളത്? അതും കുതിര പോലത്തെ ഒരു കൊച്ച്. നല്ലത്. എൻ്റെ മോനെന്ന് പറഞ്ഞ മുതുകാളെ ഉണ്ടല്ലോ, അതിനോട് ഒട്ടാൻ പോയിട്ടുണ്ട്. ഉള്ളതാണോ? എൻ്റെ 2 കണ്ണും കൊണ്ടേ ഞാൻ കണ്ടതാ. നിന്റെ കുടുംബം കൈവിട്ട് പോകണ്ടെങ്കിൽ പെട്ടെന്ന് എന്നെ പിടിക്കുക വെച്ചേ അവന്. പിന്നെ എന്തോ കാണാനാ കളവ ഇങ്ങനെ കിടന്ന് കഥാപ്രസംഗം നടത്തുന്നേ? ഇങ്ങോട്ട് മാറിയ പോലെ. ഒരു കുടുംബം റെഡിയാവാൻ എന്തൊക്കെ ചെയ്യണം? അപ്പം ഈ നമ്മുടെ തിരുവല്ല സ്കൂളിന്റെ അവിടെ നിന്ന് റൈറ്റിലോട്ട് പോണം. അവിടുന്ന് റൈറ്റ് എന്ന് പറയുമ്പോ അമ്പലത്തിനടുത്ത്. അവിടെ തന്നെ. അവിടെയാണോ വീട്? 4ാമത്തെ വീട്. അവിടുന്ന് 4ാമത്തെ വീട്. അതായിരുന്നല്ലേ. ഈ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലം. പിന്നെ പുറത്തൂടെ സ്റ്റെയർ ഉണ്ടോ? പുറത്തൂടെ ഉണ്ട്, അകത്തൂടെ ഉണ്ട്. 2 സ്റ്റെയർ ഉണ്ട്. 2 ഉണ്ടോ? ഇത് കൊള്ളാം കേട്ടോ. നടക്കേ. താങ്ക് യു. എന്റെ പൊന്നമ്മേ, നീ എന്തായാലും ഇവിടെ? ഞാൻ തൂക്കുവാ. ചൂലെന്തി? അതെ, ഈ വീട് 3 വർഷമായി പൂട്ടി കിടക്കുക. മൊത്തം അഴുക്കും പൊടിയായിരിക്കും. ഇവിടെ താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. അല്ലാതെ ഇങ്ങനെ ചമ്പനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ശരിയാവത്തില്ല, മടി പിടിച്ചു പോവും. ദേഹം മൊത്തത്തിലെ അസഹിഷ്ണുതയാവും. ഇതാരാ? വൈഫാ. വൈഫായിരുന്നോ? ഞാനോർത്ത് ചേട്ടന്റെ അമ്മയായിരിക്കുമെന്ന്. ചേച്ചിക്ക് നല്ല വണ്ണമല്ലേ? ബോഡിഷൻ ചെന്നൊരു പട്ടി. ചേച്ചിയുടെ ഫേസിലൊക്കെ ഭയങ്കര ഫാറ്റ്. ഫേസ് എക്സസൈസ് ചെയ്യണം. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അയ്യോ വന്നേക്കുന്നു എലിമ്പി. ഉറക്കക്ഷീണത്തിന്റെ ഇരിക്കാം. എന്ത് പറ്റേ? ആണോ? നമ്മൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മതിൽ കാരണമൊന്നും കാണാനും കേൾക്കാനും വയ്യ. ഇപ്പുറത്താ എന്റെ ഗാർഡൻ കാണിച്ചു തരാം. വാ, ആരില്ലേ അങ്ങോട്ട്? ഇതിന്റെ അകലല്ല തൂക്കുന്നത്. കമാ വാ.
ഇത് കണ്ടോ, ഇതാണ് തെച്ചി. ഒരുപാട് പൂത്തിട്ടുണ്ടല്ലോ. പിന്നല്ലാതെ. പിന്നെ ഈ നിൽക്കുന്നത് ഇത് ശവന്നാറിപ്പൂവല്ലേ? ശവനറുപ്പല്ല, ഡെഡ് സ്മെൽ. ഓ ക്രേസി ഒഴിച്ചങ്ങിറങ്ങോ. ഇങ്ങനെയും ചെടിക്ക് വെള്ളം ഒഴിക്കണ്ട, അങ്ങനെ വായിലെ വെള്ളം മൊത്തം അതിനകത്താ. വേറെ എന്തൊക്കെയുണ്ട് ചേട്ടാ? വേറെ അതുണ്ടോ, എവിടെ? ഇങ്ങോട്ട് വാ. അതാ നിൽക്കുന്നുണ്ടോ കൂടി നിൽക്കുന്നത്? അതെന്താ? അത് ആന്തൂറിയം. എനിക്ക് എന്റെ 2 തൈ തരുമോ? 2? എത്ര രൂപ ഞാൻ തരാം. തൈ ഒരു പുഴുത്ത തൈക്കളവനകത്ത് ഒഴിപ്പുണ്ട്, വേണമെങ്കിൽ നല്ല മൂത്തനം അങ്ങോട്ടങ്ങ് എടുത്തോ, കിട്ടും. ഇയാളെക്കാട്ടിലും ഭേദവാത്. വേറെ വെറൈറ്റി ആയിട്ട് എന്തുണ്ട് ചേട്ടാ? വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഉള്ളത് ആ ആന്തൂരത്തിന്റെ അപ്പുറത്തേക്കുന്നുണ്ടോ, അതെന്താ? വലിയ കിണർ പോലെ, അതാണ് റഫ്ലേഷ്യ. കാണിക്കാവോ? പിന്നെ കാണിക്കാൻ കൊള്ളത്തില്ല, പറ്റത്തില്ല, അത് അത്രയ്ക്ക് മോശമാണ്. ചേട്ടാ ഇതൊക്കെ മഴക്കാലത്ത് വെച്ചാലല്ലേ കിളുക്കത്തുള്ളൂ. ഇപ്പൊ മഴക്കാലം ഇല്ലയോ, മഴക്കാലത്ത് കിളുത്താനല്ലേ ഒരു സുഖമുള്ളൂ. മഴ വെള്ളം വെള്ളം മഴക്കാലമല്ലേ, നന്നായിട്ട് വെള്ളം ഇരിക്കണം എന്ന് വിചാരിച്ചു. വേറെ എന്തൊക്കെയുണ്ട് ചേട്ടാ? വേറെ നല്ല വാഴ ഇടൂ, നല്ലപ്പോ കൊള്ളാം. വാ കാണിച്ചു തരാം. ഇനി വാഴത്തോട്ടത്തിൽ എന്താണോ എന്തോ, ഇതുവഴി വാ. വേറെടോ കാണിക്കുക രണ്ടും കൂടെ വാഴത്തോട്ടത്തിൽ നിന്ന്. എന്നെ ഇതുവരെ ഒരു വാഴയും കാണിച്ചിട്ടില്ലല്ലോ ഇയാള്. എന്റെ പെണ്ണുങ്ങള്. അതെന്ത് വാഴയാ ചേട്ടാ? അതങ്ങേറെ അച്ഛന്റെ മൂത്ത വാഴ, പേര് ഹനുമാൻ. അയ്യോ ഒത്തിരി കറിവേപ്പില ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് തരണേ, വൈകിട്ട് കറിക്കകത്തിടാനാ. ആ മൂടോടെ പിടിതുകൊണ്ട് കറിക്കകത്തിട്. കുഴപ്പമില്ല, അതങ്ങനെ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. ഇതെങ്ങനെ എന്ത് പറ്റി ചേട്ടാ? അത് മണ്ട പോയതെങ്ങ അങ്ങേരെ പോലെ. 1.5 കൊല്ലം മുന്നേ ഒരു ഇടി എന്റെ മണ്ടയ്ക്കൊന്ന് വേച്ചു, അതിനുശേഷം അങ്ങനെ ആയത്. ഇതെല്ലാം എന്റെ അച്ഛന്റെ വസ്തുവാ. ആണോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ എന്താ? അവിടെ എന്റെ അച്ഛന്റെ അച്ചാറ്. അവിടെ ഹട്ട് ഒരു കട്ടിലോട്ട് വാ. ഈ പെണ്ണൊരിടത്ത് നിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ, വെകിളി. മോനെ എന്തോ ഈ കാര്യങ്ങളൊക്കെ ഏറ്റമട്ട. എന്നാ പിന്നെ ഇച്ചിരി ചോറെടുക്കാൻ പറ. എടി ചോറെടുത്തേ, അച്ഛനും ഞാനും വന്നു. എവിടെ എത്തുന്ന നീ പറഞ്ഞേ? ഹനുവേട്ടാ ഉച്ചയ്ക്കുള്ള ചോറേ ഇന്ന് ഇവിടുന്ന് കഴിക്കാം, ഇങ്ങോട്ട് വായോ. എനിക്കറിയാം ചോറും കറിയും ഉണ്ടാക്കാൻ. ഈ വീട്ടിൽ നിന്ന് ആരും എങ്ങോട്ട് പോകുന്നില്ല, ഈ വീട്ടിലെ ജോലി മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. അവിടെ ചോറും കറി എന്റെ ഭർത്താവിനും അച്ഛനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം. വേറെ ആരും അതിനകത്ത് കയറി കൈ കടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നടക്കുന്നു ഹൗസിന്. നീ വിടിരി, ഞാൻ താ വരുന്ന. മോളെ എന്താ? അയലത്തെ വീട്ടിലൊരു പെങ്കൊച്ച് വന്നപ്പം അവന്റെ സ്വഭാവം മാറുന്നത് നീ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. നിന്നോടുള്ള അടുപ്പം കുറയുന്നത് നീ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. അവളോടുള്ള അടുപ്പം കൂടുന്നത് ശ്രദ്ധിച്ചോ? അതും ശ്രദ്ധിച്ചു. ഇത് രണ്ടും നീ ശ്രദ്ധിച്ചു. ഇതിന് നിനക്ക് എന്ത് മനസ്സിലായി? അയാളൊരു സ്ത്രീലമ്പടനാണ്. ആ ഉണ്ടമ്പൊരി. അവൾ ആ വീട്ടിലൊരു പടക്കുതിരയെ പോലെ നിൽക്കുന്നത്. നീ ഈ വീട്ടിൽ നിൽക്കുന്ന എങ്ങനെയാ? കോവേർ കഴിഞ്ഞപ്പോൾ 24 മണിക്കൂറും കിടന്നങ്ങ് ഉറങ്ങിക്കോളൂ. അവന്റെ കൂടെ നീ ഇരിക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോ? നീ സംസാരിക്കുന്നുണ്ടോ? കെട്ടിപ്പിടിച്ച് അവനൊരു ഉമ്മ കൊടുക്കുന്നുണ്ടോ നീ? പക്ഷേ അവൾ ഒരു പടക്കുതിരയാണ്. നീ ഒരു പടക്കുതിരയായില്ലെങ്കിൽ നിന്റെ കുടുംബം കൈവിട്ട് പോവേ. അവന്റെ ഒപ്പമല്ല, അവന്റെ മുന്നിൽ വേണം നീ ഓടാൻ, ഒരു പടക്കുതിരയെ പോലെ. അച്ഛൻ ഇനി ശരിക്കും ശ്രദ്ധിച്ചോ. അവൾ ഒരു പടക്കുതിരയാണെങ്കിൽ ഞാൻ 10 പടക്കുതിര ഒന്നിച്ചതാ. കാണാൻ പോന്നതേ ഉള്ളൂ ഇനി പൂര. കണ്ടോ? അങ്ങനെ അതങ്ങ് ശരിയാ. വെളിച്ചെണ്ണ എവിടെ?